Hello everyone, myself Amin PV. Today we are going to discuss a question relating to computing taxable allowance, which comes under the module salary. Mr. Srikanth has two sons. He is in receipt of children education allowance of 150 per month for his elder son and 70 per month for his younger son. Both his sons are going to school. He also received the following allowances: transport allowance 1,800 per month, tribal area allowance 500 per month. Compute his taxable allowance. ശ്രീകാന്തിന് 2 ആൺമക്കളുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസ അലവൻസ് ആയിട്ട് മൂത്ത മകന് 150 പെർ മന്തും ഇളയ മകന് 70 പെർ മന്തുമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഗതാഗത അലവൻസ് ആയിട്ട് 1,800 പെർ മന്തും ട്രൈബൽ ഏരിയ അലവൻസ് ആയിട്ട് 500 പെർ മന്തുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ടാക്സബിൾ അലവൻസ് കമ്പ്യൂട്ട് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. സെക്ഷൻ 115 BAC സബ്സെക്ഷൻ 1 പ്രകാരം നൽകിയിട്ടുള്ള നികുതി വ്യവസ്ഥയിലാണ് കമ്പ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൽഡർ സണ്ണിന് 150 പെർ മന്താണ് റിസീവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ 100 എക്സംപ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ 150 മൈനസ് 100 ഇൻറ്റു 12 600 യങ്ങർ സണ്ണ് റിസീവ് ചെയ്തിട്ടുള്ളത് 70 അത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. അപ്പോൾ 70 മൈനസ് 70 ഇൻറ്റു 12 0 വരിക. ട്രാൻസ്പോർട്ട് അലവൻസ് ഒരു എക്സെപ്ഷനും ഇല്ലാതെ 1,800 പെർ മന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1,800 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 21,600. പിന്നെ ട്രൈബൽ ഏരിയ അലവൻസ് മന്ത്ലി 500 നിന്ന് 200 എക്സംപ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 500 മൈനസ് 200 ഇൻറ്റു 12 3,600 വരിക. അപ്പോൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് 600 വരിക. ട്രാൻസ്പോർട്ട് അലവൻസ് 21,600 വരിക. ട്രൈബൽ ഏരിയ അലവൻസ് 3,600 വരിക. അപ്പം ടോട്ടൽ 25,800 കിട്ടുക. 115 BAC വകുപ്പ് പ്രകാരമാണ് ശ്രീകാന്ത് നികുതി അടച്ചിട്ടുള്ളത്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് 2 ആൺമക്കളതും എമൗണ്ടും ആഡ് ആക്കുക. അപ്പം 150 പ്ലസ് 70 ഇൻറ്റു 12 2,640 കിട്ടുക. ട്രാൻസ്പോർട്ട് അലവൻസ് സെയിം തന്നെയാണ് 21,600. ട്രൈബൽ ഏരിയ അലവൻസ് 500 ഇൻറ്റു 12 ചെയ്യുമ്പം 6,000 കിട്ടും. അപ്പം 2,640 പ്ലസ് 21,600 പ്ലസ് 6,000 ചെയ്ത് കഴിഞ്ഞാൽ 30,240 കിട്ടും.